ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഹെൽത്തി റെസിപ്പീസ്. ഇന്ന് നമ്മൾ പംകിൻ ഹൽവയാണ് ഉണ്ടാക്കുന്നത്. ഒരുപാട് വെറൈറ്റി ഹൽവ റെസിപ്പീസ് ഇതിന് മുൻപും പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പംകിൻ ഹൽവയാണ് എൻ്റെ ഫേവറേറ്റ്. വളരെ ഈസി ആയിട്ട് ഈ ടേസ്റ്റി ഹെൽത്തി ഹൽവ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇവിടെ ഞാൻ ഹൽവ ഉണ്ടാക്കാനായിട്ട് ഒരു വലിയ മത്തൻ തൊലിയും കുരുവും കളഞ്ഞ് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു 1.5 കിലോ മത്തനുണ്ടാവും. ഇതൊരു കുക്കറിലേക്കിട്ട് 1/2 ഗ്ലാസ് മാത്രം വെള്ളമൊഴിച്ച് 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. ഇപ്പോൾ അതാ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് കുക്കറിൽ തന്നെ വെച്ച് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഒരു ഉരുളിയോ നോൺ സ്റ്റിക്ക് പാനോ അടുപ്പിൽ വെച്ച് അതിലേക്ക് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ ശർക്കര 1 ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കിയത് അരിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉടച്ച് വെച്ച മത്തനുണ്ടല്ലോ, അതും ചേർത്ത് കൊടുക്കാം. മത്തൻ വേവിക്കുമ്പോൾ കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് വേവിച്ചത്. പിന്നെ മത്തനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരുന്നതുകൊണ്ട് കുറച്ച് ജലാംശമുണ്ട്. പിന്നെ ഈ ശർക്കരപ്പാനിയിലെ ജലാംശം എല്ലാം നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. ഇതുപോലുള്ള ഉരുളിയോ വലിയ നോൺ സ്റ്റിക്ക് പാനോ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്നൊന്നും അടി പിടിക്കില്ല. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. കുറച്ച് ടൈം കൺസ്യൂമിങ് ആണെങ്കിലും ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. നമ്മൾ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ വല്ലപ്പോഴും ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയല്ലോ. പിന്നെ ഹൽവ ഉണ്ടാക്കാൻ എപ്പോഴും ഇതുപോലെ വലിയ പാത്രമാണ് കേട്ടോ നല്ലത്. ഇതിങ്ങനെ തിളച്ച് കുറുകി വരുമ്പോൾ ഇങ്ങനെ തിളക്കുന്നത് കണ്ടില്ലേ, ഈ സമയത്ത് പുറത്തേക്ക് തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. വലിയ പാത്രമാകുമ്പോൾ ആ പ്രശ്നമില്ല. ഇപ്പോൾ ഇതാ നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കണം. 1/2 ഗ്ലാസ് തേങ്ങാപ്പാൽ മതി, നല്ല കട്ടി തേങ്ങാപ്പാൽ. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഹൽവയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പെട്ടെന്ന് തന്നെ ഇളക്കി യോജിപ്പിക്കണം. കോൺഫ്ലവറിന് പകരം തേങ്ങാപ്പാലിൽ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ടും ഈ ഹൽവ ഉണ്ടാക്കാം കേട്ടോ. ഹൽവ സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവറോ അരിപ്പൊടിയോ ചേർക്കണമെന്ന് പറയുന്നത്. ഇനി നമുക്കൊരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ള് മാത്രം മതി കേട്ടോ ഉപ്പ്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഏലക്കായ്പ്പൊടിയാണ്, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് പഴയ പോലെ തന്നെ വരട്ടിയെടുക്കണം. ഇതുവരെ നമ്മളിതിലേക്ക് നെയ്യൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. ഇനി നമുക്കൊരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. മിൽമയുടെ നെയ്യാണ് കേട്ടോ ഞാൻ ചേർത്തത്. ഇനി നന്നായിട്ട് വരട്ടിയെടുക്കാം. പംകിൻ വളരെ ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും കുട്ടികൾക്ക് പൊതുവേ പംകിൻ കഴിക്കാൻ മടിയാണ്. പക്ഷേ ഇതുപോലെ ഹൽവ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് എത്ര കഴിച്ചാലും മതിയാവില്ല. എൻ്റെ മക്കളെ കാര്യമാണ് ഞാൻ പറയണത്. മിക്കവാറും എല്ലാ കുട്ടികൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മുടെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഡിഷസ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെട്ടാലും അവരത് ഇഷ്ടത്തോടെ കഴിക്കുന്നത് കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ് അല്ലേ. ഞാനിതിലേക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂസ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഹൽവ നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. നേരത്തെ തേങ്ങാപ്പാൽ ചേർത്തതൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. ഞാൻ അരമണിക്കൂറോളം ഇതുപോലെ വരട്ടിയെടുത്തപ്പോഴാണ് ഇതാ കളറൊക്കെ മാറി ഇതുപോലെ ആയി കിട്ടിയത്. ഇപ്പോൾ കണ്ടില്ലേ, നെയ്യിൻ്റെ ഒരു തിളക്കമൊക്കെ ആയിട്ട് പാനിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി നെയ്യ് പുരട്ടിയ പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ നെയ്യ് പുരട്ടിയ ട്രേയിലേക്ക് മാറ്റി മുകളിലൊക്കെ നെയ്യ് തടവി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് തണുക്കാനുള്ള സമയം കൊടുക്കണം. ഇപ്പോൾ ഇതാ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് ഡീമോൾഡ് ചെയ്യാണ്. ഇനി എന്താ, നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുത്ത് കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പംകിൻ ഹൽവ റെഡിയായി കഴിഞ്ഞു. വളരെ ഹെൽത്തിയായ ഈ ഹൽവ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ